ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ലെക്ചറാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്കുള്ളതിൽ വെച്ച് ഒരു ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കുറച്ച് ബേസിക്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ 9th-ലും 8th-ലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കുറച്ച് ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മീൻ, മീഡിയൻ, മോഡ്. ഓക്കെ, ഇങ്ങനെയെല്ലാം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും മാർക്ക്, ഓക്കെ, ഓരോ സ്റ്റുഡൻറ്റിനും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമ്മളൊരു ടേബിളിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഡാറ്റയാണ്. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, കാരണം കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും, അവരെല്ലാം പല ടൈപ്പായിരിക്കും മാർക്കുകൾ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ 2 ടീച്ചേഴ്സ് 2 ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ ക്ലാസ്സിലും 100 സ്റ്റുഡൻസ് വെച്ചുണ്ട്. അപ്പോൾ ഈ എക്സാം ഇട്ടു, 2 ക്ലാസ്സിലും സ്റ്റുഡൻസിന് ഡിഫറെൻറ്റ് മാർക്സ് ആയിരിക്കും നാച്ചുറലി. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളുടെ പ്രിൻസിപ്പലിന് ഇതിലേത് ടീച്ചറാണ് നന്നായിട്ട് പഠിപ്പിക്കണേന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഓരോ ക്ലാസ്സിലെയും ഹയസ്റ്റ് മാർക്ക് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ചിലപ്പോൾ ഒരുവിധം ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടി ഒരു ക്ലാസ്സിലായിരിക്കും. അപ്പോൾ ആ കുട്ടിക്കായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക്. അത് പക്ഷേ ആ ടീച്ചറിൻ്റെ കഴിവാവണമെന്നില്ല, ആ കുട്ടിയുടെ കഴിവാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരാളുടെ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ സമയം ആ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും കൂടി മാർക്കിൻ്റെ ഒരു ആവറേജ് നോക്കുവാണെങ്കിൽ, ഓക്കെ, ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇതിലേത് ക്ലാസ്സിലെ കുട്ടികളാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്തേക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് ഡാറ്റയിൽ നിന്ന് എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു അസംഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ആദ്യം ഒരു എക്സാമ്പിൾ ഡാറ്റ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് ഒരു ക്ലാസ്സിലെ 30 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വെച്ചോ. ആ 30 സ്റ്റുഡൻസിൻ്റെ മാർക്കാണ് തന്നേക്കുന്നത്. ഓക്കെ, അതിൽ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് ആ മാർക്ക് കിട്ടി എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇതാണ്. ആ ക്ലാസ്സിൽ 10 മാർക്ക് കിട്ടിയ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. ഓക്കെ, 10ൻ്റെ നേരെ 1 അപ്പോൾ 10 മാർക്ക് കിട്ടിയ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, 20 കിട്ടിയ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, 36 കിട്ടിയ 3 പേരുണ്ട്, 40 കിട്ടിയ 4 പേര്, 50 കിട്ടിയ 3 പേര്. ഓക്കെ, അങ്ങനെ 95 വരെ, അതായത് ഔട്ട് ഓഫ് 100 ആയിരുന്നു എക്സാം, അതിൽ 95 മാർക്ക് കിട്ടിയ ഒരാളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡാറ്റ തന്നേക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ആവറേജ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ അറിയാം. ഇത് ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എല്ലാ മാർക്കും ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 10 + 20 + 36 3 തവണയുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ 36 + 36 + 36 എന്ന് എഴുതണം. അതിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 36 × 3 എന്ന് എഴുതിയാലും മതി. ഓക്കെ, രണ്ടും സെയിം മീനിങ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് അവിടെ? ആ മാർക്ക് ഇൻറ്റു ഫ്രീക്വൻസി ചെയ്തു. ഓക്കെ, കാരണം നമ്മൾ ആ 36 3 തവണ ആഡ് ചെയ്യണതിന് പകരം നമ്മൾ എന്താ പറയുക, × 3 ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊന്നും കൂടി എഴുതാം. 10 + 20 + 36 × 3. അതുപോലെ അടുത്ത മാർക്ക് 40 ആണ്, അത് 4 പേർക്കുണ്ട്. ഓക്കെ, അപ്പോൾ 40 × 4 പ്ലസ് ഇങ്ങനെ ഓരോന്നും. ഓക്കെ, ഇവിടെ ടേബിളിലുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് കാണാം. അതിൻ്റെ ലാസ്റ്റ് വൺ വരുന്നത് 95 × 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം ആഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് സ്റ്റുഡൻസിന് കിട്ടിയേക്കുന്ന മാർക്ക് എത്രയാണെന്നുള്ളൊരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ആഡ് ചെയ്ത് നോക്കാം. നമുക്കൊരു എക്സൽ ഷീറ്റിൽ വെറുതെ ആഡ് ചെയ്യാം, കാരണം അത് അല്ലാതെ കൈ വെച്ച് ആഡ് ചെയ്യാൻ സമയമെടുക്കും. അപ്പോൾ നമുക്കിവിടെ എല്ലാം ഈ 10 × 1 ചെയ്യണം. ഓക്കെ, അതുപോലെ 20 × 1, 36 × 3, അങ്ങനെ ഓരോന്ന് നമ്പറും നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഫൈനലി 95 × 1 95 വരെ. ഇനി ഇതിൻ്റെ എല്ലാം ടോട്ടൽ സമ്മ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് 1779 ആണ്. ഓക്കെ, എല്ലാ പിള്ളേരെയും മാർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1779 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ക്ലാസ്സിൽ മൊത്തം എത്ര പേരുണ്ട്? 30 പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 59.3 എന്ന് കിട്ടി. ഓക്കെ,
ഈ 59.3 ആണ് അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. ആ 59.3യുടെ മീനിങ് എന്താണെന്നറിയാവോ? ഈ ഓരോ ക്ലാസ്സിലെ കുട്ടിക്കും ഓക്കെ 59.3 മാർക്ക് വെച്ചാണ് കിട്ടിയെന്ന് വെച്ചോ. ഈ ക്ലാസ്സിലെ എല്ലാ പിള്ളേർക്കും 59.3 മാർക്കാണ് കിട്ടിയെങ്കിൽ നമുക്ക് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് അറിയാവോ? ഇവിടെ നമ്മൾ ഫ്രീക്വൻസി വെച്ചും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഓക്കെ ഇത് കണ്ടോ, ഇതിൻ്റെ മീനിങ് അതാണ്. ഓക്കെ, ഈ ക്ലാസ്സിൽ ഒരാൾക്ക് 10 മാർക്ക്, അടുത്ത ആൾക്ക് 20 മാർക്ക്, അങ്ങനെ ഒരാൾക്ക് 95, അങ്ങനെ ക്ലാസ്സിൽ എല്ലാവർക്കും മാർക്ക് കിട്ടിയത് ശരിക്കും കിട്ടി. നമ്മൾ ഈ ആവറേജ് കണ്ടുപിടിച്ച് 59.3 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും ക്ലാസ്സിലെ 59.3 മാർക്ക് കിട്ടിയാലും നമുക്ക് ഈ ടോട്ടൽ ആഡ് ചെയ്ത് കിട്ടുന്ന മാർക്ക് ഉണ്ടല്ലോ, അത് രണ്ട് കേസിലും സെയിം ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ ഇങ്ങനെ പല മാർക്ക് കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ടാവാം, പക്ഷേ അവർക്കെല്ലാവർക്കും ഒരൊറ്റ മാർക്ക് കിട്ടണം. അങ്ങനെ നമ്മൾ കണക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാൽക്കുലേഷനെയാണ് നമ്മൾ ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ കേസിൽ നമുക്ക് മീൻ വാല്യൂ എന്ന് പറയുന്നത് 59.3 ആണ്. ഓക്കെ, ഇനി അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്നുള്ളത് കാണിക്കാം. ഞാൻ തൽക്കാലം അതിൻ്റെ മീനിങ് എന്താണെന്ന് പറയുന്നുള്ളൂ. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് എന്നുള്ളതാണ്. ഓക്കെ, മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈസിയാണ്, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ മാക്സിമം പിള്ളേർക്കും എത്ര മാർക്കാണ് കിട്ടിയേക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും 60 മാർക്ക് കിട്ടിയ 4 പേരുണ്ട്, 70 മാർക്ക് കിട്ടിയ 4 പേരുണ്ട്, അതുപോലെ 40 മാർക്ക് കിട്ടിയ 4 പേരുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇതെല്ലാം മോഡായിട്ട് വരും, കാരണം ഇത് എല്ലാം 4 പേർക്ക് വെച്ചെല്ലാം ഈ മാർക്കാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇതിൽ ഈ 60 മാർക്ക് 5 പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ 60 എന്നുള്ളതായിരിക്കും അതിൻ്റെ മോഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം പേർക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് മോഡ് എന്ന് പറയാം. ഇനി മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ എല്ലാം മാർക്ക് ഇങ്ങനെ നമ്മൾ എഴുതുകയാണെന്ന് വെച്ചോ, അസെൻഡിങ് ഓർഡറിൽ എല്ലാവരുടെയും മാർക്ക് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ 10, 20, 36 3 തവണ. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതി. ഇപ്പോൾ 72 ഒരു തവണ, പിന്നെ 80 ഒരു തവണ, അങ്ങനെ എഴുതി 95 വരെ. ഓക്കെ, അങ്ങനെ മൊത്തം 30 ഉണ്ടായിരുന്നു. അത് എല്ലാം ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്കിൽ ആരാണോ വരുന്നത്, അല്ലെങ്കിൽ നടുക്കിലത്തെ മാർക്ക് എത്രയാണോ അതിനെയായിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നടുക്കിൽ കിടക്കുന്ന മാർക്ക്. അപ്പം മീഡിയൻ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ പാതി പേർക്ക് ആ മീഡിയൻ്റെ താഴെയും ബാക്കി പാതി പേർക്ക് ആ മീഡിയൻ്റെ മുകളിലാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 30 പിള്ളേരാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ 30/2 ചെയ്ത് കഴിഞ്ഞാൽ 15. അപ്പോൾ 15ാമത്തെ കിടക്കുന്ന ആളാരാന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ 15 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാൾ കഴിഞ്ഞു, 2 ഇത്ര എത്തിയപ്പോൾ 5 പേരായി, 5 4 19. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 5 4 9, 9 3 12, 13 14. ഓക്കെ, ഈ 60 മാർക്ക് ഇവിടെയാണ് ഏകദേശം 15ാമത്തെ ആൾക്ക് ഇവിടെ 60 മാർക്ക് എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇതിൻ്റെ എല്ലാം കാൽക്കുലേഷൻ ഉണ്ട്, അത് കാണിക്കാം. ഞാൻ തൽക്കാലം വെറുതെ എന്താണ് മീനിങ് എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മീഡിയൻ 60 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ക്ലാസ്സിലെ പാതി പേർക്കും ഈ 60 താഴെ മാർക്ക്, അതുപോലെ ബാക്കി പാതി പേർക്ക് 60ന് മുകളിലാണ് മാർക്ക്. ഓക്കെ, അപ്പോൾ അതിനാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഈ മീനും മീഡിയനൊക്കെ ഏകദേശം അടുത്തടുത്തായിരിക്കും വരുന്നത് കേട്ടോ. മീന് കണ്ടോ 59 മീഡിയൻ 60 വരുന്നത്. മോഡും ഏകദേശം ആ ഒരു സെയിം റേഞ്ചിലായിരിക്കും നമ്പർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എല്ലാം ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അതായത് ഇപ്പോൾ ഇങ്ങനെ ഡേറ്റ തന്നേക്കുവാണ്. ഞാൻ ഇതൊന്ന് കോപ്പി ചെയ്യട്ടെ. ഞാനപ്പോൾ ആ ടേബിൾ ഒന്നും കൂടി ഇവിടെ വരയ്ക്കാം. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ തന്നേക്കുവാണ്. അപ്പോൾ ഇത് ആദ്യം 10, 20, 30, 36 എന്നൊക്കെ പറഞ്ഞ് തന്നേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പേര് പറയുന്നത് ആക്ച്വലി അൺഗ്രൂപ്ഡ് ഡേറ്റ എന്നാണ്. ഓക്കെ, കാരണം ഇത് ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. അൺഗ്രൂപ്ഡ് ഡേറ്റ എന്നാണ് ഇതിനെ പറയാം. നിങ്ങൾക്ക് 9th വെച്ചായിരുന്നു ഈ അൺഗ്രൂപ്ഡ് ഡേറ്റ ഉള്ളത്. പക്ഷേ ഇനി 10th വെച്ച് നിങ്ങൾക്ക് ഗ്രൂപ്ഡ് ഡേറ്റയാണുള്ളത്. ഓക്കെ, അതായത് ആ ഡേറ്റേനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തോളണം. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ 0 to 20 ഈ മാർക്ക് കിട്ടിയേക്കുന്നവരെല്ലാം നമ്മളൊരു ഗ്രൂപ്പാക്കും. അത് കഴിഞ്ഞിട്ട് 20 to 30, 30 to 40, സോറി നമ്മൾ 20 വെച്ചല്ല എടുത്തേക്കുന്നത്. അപ്പോൾ 20 to 30 അല്ല, 20 to 40. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 40 to 60, 60 to 80, 80 to 100. ഓക്കെ, 80 to 100. അപ്പോൾ നമ്മളിങ്ങനെ 5 ഗ്രൂപ്പാക്കി മാറ്റി. ഓക്കെ, ഈ കംപ്ലീറ്റ് ഡേറ്റേനെ നമുക്ക് 5 ഗ്രൂപ്പാക്കണം. അപ്പോൾ ഇതിനെ പറയാം ക്ലാസ് ഇൻ്റർവെൽ എന്നാണ്, അല്ലെങ്കിൽ ഇതിനെ പറയുന്നത് ക്ലാസ്സസ് എന്നാണ്. ഈ 0 to 20, 20 to 40 എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മളപ്പോൾ 5 ക്ലാസ് ആക്കുവാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലാസ് 1, ഇത് ക്ലാസ് 2, ഇത് ക്ലാസ് 3, ഇത് 4, ഇത് 5. ഇപ്പോൾ ഈ ഓരോ ക്ലാസ്സിൻ്റെ സൈസ് എത്രയായിരുന്നു? നമ്മൾ ഈ 20 - 0 അല്ലെങ്കിൽ 40 - 20, 60 - 40 അങ്ങനെ ക്ലാസ് സൈസ് നോക്കുവാണെങ്കിൽ ഓരോ ക്ലാസ്സിൻ്റെ സൈസ് 10 സോറി 10 അല്ല 20. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പക്ഷേ അത് ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ വരുമ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇപ്പോൾ 0 to 20 മാർക്ക് കിട്ടിയേക്കാൻ എത്ര പേരുണ്ട്? ഇവിടെ 2 പേരാണ് ഉള്ളത് അല്ലേ? 10 മാർക്ക് കിട്ടിയ ഒരാളുണ്ട്, 20 മാർക്ക് കിട്ടിയ ഒരാളുണ്ട്. ഇപ്പോൾ ഫ്രീക്വൻസി 2 ആണ്. അപ്പോൾ നമ്മൾ ഈ 20 മാർക്ക് കിട്ടിയ ആളെ ഇവിടെയാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 20 to 40 എന്ന് പറയുമ്പോൾ ആ 20 കിട്ടിയ ആളെ ക്ലാസ് 1ലാണ് ചേർക്കേണ്ടത്, ക്ലാസ് 2ലല്ല. ഇനി 20 to 40 എത്ര മാർക്ക് ഉണ്ട്? അപ്പോൾ ഇവിടെ 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ 3 + 4 7. ഓക്കെ, ആ ഫ്രീക്വൻസി നമുക്ക് 7 എന്ന് കിട്ടും. ഇനി അടുത്തത് 40 to 60 മാർക്ക് കിട്ടിയ എത്ര പേരുണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇത് ഓക്കെ, ഈ 3 പേർക്കാണ് 40 to 60 കിട്ടിയത്. അതായത് 4 + 2 എന്ന് പറയുമ്പോൾ 6 + 3 9. ഓക്കെ, 9 പേർക്ക് ആ 40 to 60യുടെ ഇടയ്ക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 60 to 80 എന്ന് പറയുമ്പോൾ ഈ 3 മാർക്ക് കിട്ടിയവർ 70, 70 to 80 ഇതാണ് 60 to 80 മാർക്ക് കിട്ടിയേക്കുന്നവർ. അപ്പോൾ 4 + 1 5 + 1 6. ഓക്കെ, അതുപോലെ തന്നെ ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ 80 to 100 എന്ന് പറയുമ്പോൾ ഈ 2 3 1 ഈ 3 വരണം. ഓക്കെ, അപ്പോൾ 2 + അത് 6 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 7 + 2 9, 9 + 9 18, 18 + 12 എന്ന് പറയുമ്പോൾ 30 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തം 30 സ്റ്റുഡൻസ് ആണ്. ഈ ഫ്രീക്വൻസി ആഡ് ചെയ്താലും 30 തന്നെ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഇതിപ്പോൾ കൺവേർട്ട് ചെയ്തു. ഗ്രൂപ്പ്ഡ് ഡേറ്റ അൺഗ്രൂപ്പ്ഡ് ഡേറ്റേനെ ഗ്രൂപ്പ്ഡ് ഡേറ്റയായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കൺവേർഷൻ ഒന്നും ചെയ്യേണ്ട വരില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഗ്രൂപ്പ്ഡ് ഡേറ്റ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ഗ്രൂപ്പ്ഡ് ഡേറ്റ വരുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് ഡേറ്റ എന്തിനാണ് ആവശ്യം എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഇത് കാണിച്ചത്. അപ്പോൾ ഈ ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ നിന്ന് മീൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.